ഹായ് ഗൈസ്, അപ്പൊ ഇന്നാണ് കേട്ടോ എന്റെ വളകാപ്പ്. അങ്ങനെ വളകാപ്പ് എന്ന് പറഞ്ഞ വലിയ ഫംഗ്ഷൻ ആയിട്ടൊന്നും നടത്തുന്നില്ല, ജസ്റ്റ് ഫോട്ടോഷൂട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അതെന്താന്ന് വെച്ചാൽ നമ്മുടെ സെക്കൻഡ് ബേബി ആയതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഏഴാം മാസം അല്ല, എനിക്ക് ആക്ച്വലി ഇപ്പൊ എനിക്ക് 8ാം മാസം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ വീട്ടിലോട്ട് അങ്ങനെ ഞാൻ 7ാം മാസത്തിൽ അങ്ങനെ പോകുന്നില്ല. ഞങ്ങൾ സ്വന്തമായിട്ട് ഇപ്പോൾ വീട് വെച്ചിട്ട് ഏകദേശം ഒരു 2 വർഷം ആവും. ഏപ്രിൽ 28 ആവുമ്പം 2 വർഷം ആകും. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തായാലും വേറെ എവിടെ അങ്ങനെ ഇതിന് 7ാം മാസം ആണെങ്കിലും ഇപ്പൊ 8ാം മാസം ആണല്ലോ അങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങോ അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഫോട്ടോഷൂട്ട് മാത്രം മതിയെന്നാണ് ഞങ്ങൾ രണ്ടുപേരുടെയും തീരുമാനം. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് വളകാപ്പ് അതുപോലെ മെറ്റേണിറ്റി ഷൂട്ട് അതൊക്കെ എല്ലാവരും എടുക്കാറുള്ളതാണല്ലോ. അപ്പം ഫസ്റ്റ് ബേബിയുടെ എടുത്തിട്ടുണ്ട്. വളകാപ്പ് എന്നുള്ള 7ാം മാസത്തെ ചടങ്ങ് നടത്തിയിട്ടുണ്ട്. അതല്ലാതെ ഇത് ഫോട്ടോഷൂട്ട് പോലെ അങ്ങനെ വലിയ ഇതിൽ വളകാപ്പ് എന്നൊക്കെ ഉള്ളത് അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഇവന്റും കൂടെ ചെയ്യുന്നുണ്ട്. എൻ്റെ പ്രൊഫഷൻ ഞാൻ ഇവന്റ് ആണ് ചെയ്യുന്നത്, ഡെക്കറേഷൻസ്. ഇപ്പം വെഡിങ്, ബർത്ത്ഡേ അങ്ങനെയുള്ള ഡെക്കറേഷൻസ് വർക്ക്സ് ആണ് കൂടുതലും ചെയ്യുന്നത്. അപ്പം അതുകൂടെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് ഒരു കുഞ്ഞ് വളകാപ്പ് ഫങ്ഷൻസ് സെറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പം അത് വൈകിട്ടാണ് നടത്തുന്നത്. ഇന്ന് സൺഡേ ആണ്. വൈകിട്ട് ഒരു 4-5 മണി ആ ടൈമിലായിട്ട് വീട്ടിൽ തന്നെ വെച്ചിട്ട് ഒരു കുഞ്ഞു ഫോട്ടോഷൂട്ട് നടത്താനാണ് പ്ലാൻ ചെയ്യുന്നത്. തനുവിനെ ഇത് കുളിപ്പിച്ച് റെഡിയാക്കി, കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടൊന്നുമില്ല, അവൾക്ക് പട്ടാളം ബ്ലൗസും ഒക്കെയാണ്. അപ്പം അത് റെഡിയാക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കസിൻ ചേച്ചി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരി വരും എന്നെ മേക്കപ്പ് ചെയ്യാനും സാരി കുളിപ്പിക്കാനായിട്ട്. അങ്ങനെ ഞാൻ രാവിലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ ഞങ്ങൾ ഡെക്കറേഷൻ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ചെറുതായിട്ട് നമ്മളൊരു ഡെക്കറേഷൻസ് സെറ്റ് ചെയ്യത്തേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ സ്റ്റാഫൊക്കെ വന്ന് ഓരോ പ്രോപ്പർട്ടീസ് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടനാണെങ്കിൽ ഓരോന്നും ഇങ്ങനെ സെറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടന് ഹെൽപ്പ് ചെയ്യാൻ കയറിയിട്ടുണ്ട്. ഞാൻ മേക്കപ്പിന് കയറി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയൊക്കെയാണ് പ്രോപ്പർട്ടീസ് വെക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പതിയെ മേക്കപ്പ് ചെയ്യാനായിട്ട് അകത്തോട്ട് കയറി. അപ്പോൾ എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നത് എൻ്റെ കസിൻ ചേച്ചിയാണ് കേട്ടോ. ആളൊരു അടിപൊളി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ആളുടെ ഇൻസ്റ്റ ID ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പം എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സാരി ഉടുപ്പിക്കാൻ കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സാരി 8 മന്ത് ആയതുകൊണ്ട് തന്നെ നമുക്കത് സാരി അത് തികയുന്നില്ലായിരുന്നു കേട്ടോ ഞൊറിച്ചിലൊക്കെ ഇട്ട് ഉടുപ്പിക്കാനായിട്ട്. പിന്നെ ചേച്ചി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഉടുപ്പിച്ചു, അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വെളിയിൽ നല്ല കട്ട പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി. അങ്ങനെ ഞങ്ങൾ വെളിയിൽ ഇറങ്ങി കേട്ടോ. വീടിൻ്റെ വാതിൽക്ക് വെച്ചിട്ടുള്ള ആ ഒരു ഫോട്ടോഷൂട്ട് ആയതുകൊണ്ട് റോഡിൽ കൂടെ പോകുന്ന എല്ലാവരും നോക്കിയിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താണ് ഇവിടെ ഫംഗ്ഷൻ എന്ന് അറിയാനായിട്ട്. നമ്മൾ അടുത്തുള്ളവർ ആരെയും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ട് നടത്താമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ സെക്കൻഡ് പ്രഗ്നൻസി ആണല്ലോ. നമ്മുടെ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ നമ്മളെപ്പോഴും ഹാപ്പി ആക്കുന്നത് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഫങ്ഷൻസ് ആയിരിക്കും അല്ലേ. അപ്പം നമുക്കിതൊക്കെ ഒരു മെമ്മറബിൾ ആയിരിക്കും. കൂടുതലും നമ്മളിപ്പോൾ ഒരു വൊമിറ്റിങ്, അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ് ട്രബിൾസ്, നടുവേദന അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻസിൽ പോയിട്ട് പെട്ടെന്ന് ഇങ്ങനെയൊക്കെയുള്ളൊരു ഫങ്ഷൻസിൽ നമുക്ക് ആ ഒരു വരുമ്പോൾ ഉള്ള ഹാപ്പിനെസ് അത് വേറെ. അങ്ങനെ എല്ലാവരും എനിക്ക് സ്വീറ്റ്സ് തന്നു, വളയിട്ടു. അപ്പം അത് എല്ലാവരും എന്ന് പറയാൻ അങ്ങനെ ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഫാമിലീസ് കുറച്ച് പേരും അതുപോലെ തന്നെ ഫ്രണ്ട്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ എല്ലാ പരിപാടീസൊക്കെ കഴിഞ്ഞു, ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ടാറ്റാ ബൈ ബൈ.